അർച്ചനെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പലതവണ ഞാൻ എല്ലാം തുറന്നു പറയാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓരോ തവണ അർച്ചനയോട് സംസാരിക്കാൻ വേണ്ടി അടുത്ത് വരുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വരും. ചിലപ്പോൾ അവന്തിക തന്നെ വരും. പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് സമാധാനമായിട്ടൊരു സന്ദർഭം കിട്ടിയത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇപ്പോൾ അർച്ചന കേൾക്കണം. എന്താ നന്ദേട്ടാ? അർച്ചനയ്ക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അർച്ചനയ്ക്ക് മാത്രമായിരിക്കും. അവന്തികയും ഞാനും തമ്മിൽ ഇനി മുന്നോട്ടൊന്നിച്ച് പോകത്തില്ല. അവന്തിക ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണവും ഞാൻ തന്നെയാണ്. എത്രയോ ദിവസമായി ഈ കാര്യം ഞാൻ അർച്ചനയോട് പറയണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നെന്ന് അർച്ചനയ്ക്കറിയാലോ. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാനൊരു ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാൻ പോവാണ്. ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കി ഞാനതിൽ ഒപ്പിട്ട് അവന്തികയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ഇതുവരെ അതിലൊപ്പിട്ടില്ല. ഒപ്പിടുമോ എന്ന് എനിക്കറിയില്ല. ഇത് പെട്ടെന്ന് തീരുമാനിച്ചതല്ല. എത്രയോ നാളുകളായി ഞാൻ മനസ്സിലാലോചിച്ച് കണക്കൂട്ടിയെടുത്ത തീരുമാനമാണ്. ഇതിലിപ്പം എനിക്കെന്താ റോള് നന്ദേട്ടാ? ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛനോട് എനിക്ക് കാര്യം നേരിട്ട് പറയാൻ പറ്റത്തില്ല. അർച്ചന വേണം അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. അച്ഛൻ ഈ വീട്ടിൽ ആരുടെയെങ്കിലും വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർച്ചനയോട് മാത്രമാണ്. നന്ദേട്ടൻ എന്താ ഈ പറയുന്നത്? എൻ്റെ കാര്യങ്ങളൊക്കെ അർച്ചനയ്ക്കറിയില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ അവന്തികയെ ഇത്രമാത്രം വെറുക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അർച്ചനയ്ക്കല്ലേ? ഈ വീടിനെ ഇതെങ്ങനെ ബാധിക്കുന്നു നന്ദേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കിത് എങ്ങനെയാ അച്ഛനോട് പറയാൻ കഴിയുന്നേ? ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ അച്ഛൻ ഇതിന് സമ്മതിക്കുന്ന എന്താ ഉറപ്പ്? അച്ഛൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്തികേട്ടത്തിയുമായി സന്തോഷമായി ജീവിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നന്ദേട്ടൻ അവരെ ദ്രോഹിച്ചത് എത്രയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അർച്ചന, എൻ്റെ ജീവിതം എനിക്കിപ്പോൾ ഒരു മരവിപ്പ് മാത്രമാണ്. രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ അത് തന്നെ തുടരുന്നു. മറ്റൊന്നും ചെയ്യാനില്ല. ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഇങ്ങനെ പോയാൽ ഞാൻ വലിയ ഡിപ്രഷനിലായിപ്പോവും. ചിലപ്പോൾ ഒരു മെൻ്റൽ പേഷ്യൻ്റായെന്നും വരും. അതിനു മുമ്പ് എനിക്കിതിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ. ഇതല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുന്നിലില്ല. അത് ശരി. അപ്പൊ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയതൊന്നും അല്ല ഇതൊന്നും. എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ്. കാണിച്ചു തരാൻ ഞാൻ. അവന്തികേട്ടത്തെ ഡിവോഴ്സ് ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കും. എന്നിട്ട് നന്ദേട്ടൻ എന്ത് ചെയ്യാനാ? ഞാൻ സന്ധ്യയെ വിവാഹം കഴിക്കും. ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് വല്ലാതെ അടുത്തുപോയി. ഇനി പരസ്പരം വേർപിരിയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. എന്നെ കളഞ്ഞിട്ട് അവളോടൊപ്പം ജീവിക്കണമല്ലേ? അതിലും നല്ലത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നതാ. ബാക്കിയും കൂടെ പറ, കേക്കട്ടെ. പരസ്പരം ഇഷ്ടമില്ലാത്ത രണ്ടുപേരുടെ ജീവിതം നരകതുല്യമായിരിക്കും.
ഞാനിപ്പോൾ അനുഭവിക്കുന്നതും അതാണ്. അതിലും നല്ലതല്ലേ ഇഷ്ടമുള്ള രണ്ടുപേര് തമ്മിൽ കുറച്ചു നാളെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇക്കാര്യം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറോട് സംസാരിച്ചോ? സംസാരിച്ചു. ആദ്യം സന്ധ്യ സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അവളത് സമ്മതിച്ചത്. ഇന്ന് തന്നെ അർച്ചന ഈ കാര്യം അച്ഛനുമായിട്ട് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ എനിക്ക് കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞ എനിക്ക് ഈ വീടും നിങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ചിലപ്പോ അതിന്റെ അവസാനത്തെ യാത്രയായെന്ന് വരും. നന്ദേട്ടാ, എന്തൊക്കെയാ പറയുന്നേ? എന്റെ തീരുമാനം ഇതാണ്. ഇനി അർച്ചനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ജീവിതവും മരണവും എനിക്ക് മുന്നിൽ ഒരേപോലെയാണ്. ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. രണ്ടിലേക്ക് ഒരേ ദൂരമാണ്. അർച്ചന അത് മനസ്സിലാക്കി അച്ഛനോട് സംസാരിക്കണം. നന്ദേട്ടാ, അർച്ചനയാണ് മീഡിയേറ്റർ. ജീവിതത്തിലേക്കും മരണത്തിലേക്കും ഒരേ ദൂരമാണെങ്കിൽ പിന്നെ സന്ധ്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ മരണത്തിലേക്ക് തന്നെ പോകുന്നതാ. അച്ഛനിപ്പോ റൂമിൽ തനിച്ചായിരിക്കും. ഈശ്വര, ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയാ? എന്തു പറ്റി അച്ഛന്റെ മുഖം വല്ലാതിരിക്കുന്നെ? ഹേയ്, ഒന്നുമില്ല. എപ്പോഴും മനുഷ്യരുടെ മുഖം ഒരേപോലെ ഇരിക്കില്ലല്ലോ. ചിലപ്പോഴൊക്കെ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് അച്ഛന്റെ മൂഡ് മാറാനുള്ള ഒരു സന്ദർഭവും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്തിനാ അച്ഛൻ നിരാശനായിട്ടിരിക്കുന്നത്? ഇവളത് അച്ഛനോട് പോയി പറയാൻ തന്നെ ആയിരിക്കും പ്ലാൻ. ഇങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു മരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ? മരിക്കാൻ കിടക്കുന്ന അവസാനത്തെ നിമിഷത്തിലും മനുഷ്യൻ പുതിയ എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് ആഗ്രഹിക്കും. അപ്പൊ പിന്നെ എന്നെപ്പോലുള്ള മനുഷ്യരുടെ കാര്യം പറയണോ? എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പിന്നെ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം അച്ഛൻ. സമാധാനം കേൾക്കാൻ നല്ല വാക്കാ. പക്ഷേ ഈ ലോകത്തെ എല്ലാ മനുഷ്യനും അന്വേഷിക്കുന്നതും സമാധാനമാണ്. എന്തെങ്കിലും ഒരു സീരിയസ് മാറ്റർ ആണെങ്കിൽ മാത്രമേ സംസാരിക്കുമ്പോൾ നിനക്ക് ഇങ്ങനൊരു മുഖവുര വേണ്ടിവരികയുള്ളൂ. പറയ്, എന്താ നിനക്ക് പറയാനുള്ള സീരിയസ് കാര്യം? കരയില്ലടാ. ഷോ, എന്തിനിങ്ങനെ കരയുന്നേ? അമ്മ എവിടെ ഉണ്ട്? അമ്മ എവിടെ ഉണ്ട്? ഓ ആ അർച്ചനെ, ഞാൻ മുറിയുടെ അടുത്തൂടെ വന്നപ്പോഴേ കുഞ്ഞു വല്ലാതെ കരയുന്നു. ഞാൻ എടുത്തിട്ട് കരച്ചിൽ നിർത്തിയില്ല. അതെങ്ങ് എടുത്തോണ്ട് വന്നേ. കരയില്ലേ മോളെ? മോളെ കരയിക്കാതെ കൊണ്ടുപോയി റൂമിൽ കിടത്ത്. നിന്നെ കാണാത്തതുകൊണ്ട് കരഞ്ഞതാവും. ശരി അച്ഛാ.
അച്ഛനോടെല്ലാം പറയാൻ തുടങ്ങായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് മുടക്കാൻ നിന്റെ കൊച്ചിനെ തന്നെ എനിക്ക് കരയിക്കേണ്ടി വന്നു. ഇത് കണ്ടിട്ട് എന്നെ വായിൽ വെള്ളം വരുന്നു. ധനുഷ് എങ്ങനെ ഇതൊക്കെ പഠിച്ചു? അതെ, ഭാര്യമാര് ഗർഭിണികളായാൽ ഭർത്താക്കന്മാർ ഇതൊക്കെ താനെ പഠിച്ചോളും. ഗർഭിണികളായ ഭാര്യമാർക്ക് ഭർത്താക്കന്മാര് സന്തോഷപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുന്ന അമൃതാണ് ഈ മാങ്ങ മിക്സ്. ഇതിന്റെ ഒരു ടേസ്റ്റ്, ആഹാ! ഇതിന്ന് അല്പം ഒന്നിങ്ങനെ എടുത്ത് ദേ ഇത് വായിലേക്ക് ഇട്ടിങ്ങനെ കണ്ണടച്ച് ചവയ്ക്കണം. ദേ ഇങ്ങനെ. ഇതിന്റെ ഒരു രുചി വേറൊന്നിനും കിട്ടില്ല. ദുഷ്ട, എന്നെ കൊതിപ്പിച്ചിട്ട് നീ തനിച്ച് തിന്നോ? എനിക്കും കൂടെ താ. ഏയ്, ബഹളം വെക്കണ്ട, ഞാൻ തരാം തരാം. വാ തുറക്ക്. തുറക്ക്. ഇനി കണ്ണടച്ച് അതിങ്ങനെ ചവച്ചറക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ, കൊള്ളാം. ഇനിയും വേണം. ഇനിയും വേണോ? തരാലോ. അവന്റെ ഒരു പ്രേമം കണ്ടില്ലേ? അതിനൊത്ത് തുള്ളാൻ അവളും. മാങ്ങ തെറ്റിക്കാൻ നടക്കുന്നു. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ധനുഷ്, ഇനി എനിക്ക് വേറൊരാഗ്രഹം കൂടെ ഉണ്ട്. എന്താഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞോ, ഞാൻ നടത്തി തരാം. ഗർഭിണികൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കണമെന്നാ പറയുന്നേ. അതുകൊണ്ട് പറ, ഇനി നിനക്ക് എന്ത് വേണം? എനിക്ക് നിനക്ക് എനിക്ക് സ്വാമീസ് ഹോട്ടലിൽ ഒരു മസാല ദോശ വേണം. അയ്യോ, അത് പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്നാ പോരാ. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കണം. പിന്നെന്താ, നമുക്കിന്ന് വൈകിട്ട് തന്നെ പോവാം. അവളുടെ ഒരു കൊതി തീർത്ത് തരുന്നുണ്ട് ഞാൻ. നിന്റെ ഈ ഗർഭം അത് ഞാൻ കലക്ക് സ്നേഹ. ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇതിന് നിനക്കൊക്കെ ഞാൻ മറുപടി തരുന്നുണ്ട്. എല്ലാം ഞാൻ നിർത്തിത്തരാം. എങ്ങനെയുണ്ട്? ധനുഷ് കഴിച്ചോ? ഇതെന്തു പറ്റി അച്ഛ? എന്തു പറ്റി? അച്ഛൻ കിടക്കുന്നില്ലേ? അച്ഛന് ക്ഷീണം വല്ലതുണ്ടോ? പ്രായം കൂടി വരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒക്കെ ക്ഷീണവും കൂടും. എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഡോക്ടറെ ഒന്ന് കാണണം. ഒരു ചെക്കപ്പിനുള്ള സമയമായില്ലേ? ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ഛൻ എന്തു പറ്റി? ഒരു നിരാശ ബാധിച്ചവരെ പോലെ സംസാരിക്കുന്നു.
അച്ഛൻ ഈ മരുന്ന് കഴിക്കും. ഞാൻ ഇപ്പൊ തന്നെ ആ ഡോക്ടറെ വിളിച്ച് നാളത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട. നന്ദൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നന്ദേട്ടൻ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും അച്ഛൻ അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കുന്നത്? അതിലും നല്ലതല്ലേ ഇഷ്ടമുള്ള രണ്ടുപേര് തമ്മിൽ കുറച്ചു നാളെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇക്കാര്യം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറോട് സംസാരിച്ചോ? സംസാരിച്ചു. ആദ്യ സന്ധി സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അവളത് സമ്മതിച്ചത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ. അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആദ്യം അത് പറയുന്നത് നിന്നോടാണല്ലോ. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഈ അടുത്തൊന്നും നന്ദേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നന്ദേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലും അച്ഛനോട് പറഞ്ഞോ? ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരും ഒന്നും പറയണമെന്നില്ല. പ്രായം കൊണ്ടും പിന്നെ അനുഭവ പരിചയം കൊണ്ടും പിന്നെ അയാളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അത് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് അച്ഛൻ്റെ പ്രായവും അങ്ങനെ അനുഭവ പരിചയമൊന്നും ഇല്ലല്ലോ. പ്രായമല്ല ഒരാളുടെ പക്വതയും വിവേകവും നിശ്ചയിക്കുന്നത്. നീ ഈ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നീ ഈ കുടുംബത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതും നിനക്ക് എൻ്റെ അത്ര പ്രായമുള്ളതുകൊണ്ടാണോ? കാര്യങ്ങൾ തിരിച്ചറിയാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത്. പ്രായം അതിനൊരു ഘടകമേ അല്ല. ഇപ്പൊ തന്നെ എൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് വളരെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള നിന്റെ ഈ കഴിവ് നീ എവിടുന്നാ നേടിയത്? എൻ്റെ അച്ഛ, ഞാൻ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. നന്ദേട്ടന് ഇതുവരെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിവോഴ്സിൻ്റെ കാര്യം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അച്ഛനോടത് പറഞ്ഞ അത് മതി അച്ഛനിവിടെ തളർന്നു വീഴാൻ. ഈയിടെയായിട്ട് നന്ദൻ അധിക സമയവും ഓഫീസിലില്ല. അത് നിനക്കറിയാവോ? ഇല്ല, എന്നോടിതാരും പറഞ്ഞിട്ടില്ല. ഓഫീസ് കാര്യങ്ങളിലും അവൻ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. അതെല്ലാം ധനുഷിനെ കമ്പനിയിൽ നിയമിച്ചതുകൊണ്ടുള്ള എതിർപ്പാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതല്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഓഫീസിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നിന്നോട് സച്ചി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടും നന്ദന്റെ കാര്യം മാത്രം അവൻ നിന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കും? അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഓഫീസ് കാര്യങ്ങളൊന്നും സച്ചേട്ടൻ എന്നോട് പറയാറില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ വേണമെങ്കിൽ നന്ദേട്ടനോടൊന്ന് സംസാരിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്യാം. ഇപ്പം അച്ഛൻ പോയി കിടക്ക്. കുഞ്ഞുറങ്ങിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അർച്ചനെ, എന്താ അച്ഛാ? എന്റെ 3 ആൺമക്കളും എനിക്കൊരുപോലെയാ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിന് ഇവിടെ ഇപ്പം ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നിനക്കുറപ്പാണല്ലോ അല്ലേ? അതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയില്ലേ? എനിക്ക് പേടിയാ മോളെ. ചുറ്റും കാണുന്ന ജീവിതങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പലരുടെയും കുടുംബജീവിതങ്ങൾ
പൊട്ടിത്തെറിയുടെ വക്കില. പുറമേ നോക്കുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നതായി നമ്മൾ കരുതും. പക്ഷേ സംതൃപ്തമാണെന്ന് നമ്മൾ കരുതുന്ന പല കുടുംബങ്ങളുടെയും ഉള്ളിലേക്ക് കടന്നു എന്നാൽ അവരെല്ലാം ജീവിക്കുന്നത് ഓരോ തരത്തിലുള്ള മുഖാവരണങ്ങൾ എടുത്തണിഞ്ഞിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. പുറത്ത് നമ്മൾ കാണുന്ന ജീവിതമല്ല അവർക്കകത്തുള്ളത്. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അവരുടെ കുടുംബജീവിതം എന്നും സന്തോഷമായിരിക്കണം. അത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. മോള് ചെല്ല്. ശരി അച്ഛൻ.